നമസ്കാരം. നല്ല തേനൂറുന്ന മാമ്പഴം വെച്ചിട്ടൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ നോക്കുകയാണ്. മാമ്പഴ പുളിശ്ശേരി എപ്പോഴും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ആ ഒരൊറ്റ കറി മാത്രം വെച്ച് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനു വേണ്ടി എടുക്കുന്ന തിരുവനന്തപുരത്ത് താളി മാമ്പഴം എന്ന് അറിയപ്പെടുന്ന ഒരു മാമ്പഴമാണ്. ഭയങ്കര മധുരമുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള മാങ്ങയാണ്. ചെറിയ മാങ്ങയാണ്, ഭയങ്കര ചെറുതല്ല. സാധാരണ ഇത് ചന്ദ്രക്കാര എന്നൊക്കെ പറയുന്ന നാട്ടുമാങ്ങ വെച്ചിട്ടാണ് കൂടുതൽ ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെയുള്ള മാങ്ങകൾ ഒത്തിരി വെറൈറ്റി ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതിലൊരു വെറൈറ്റിയാണിത്. നല്ല മണവും നല്ല മധുരമുള്ള മാങ്ങയാണ്. പുളി പഴുത്ത് വരുമ്പം നല്ല പുളി അങ്ങ് മാറും. അത് ഒരു 5-6 എടുത്തിട്ട് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഓരോരുത്തരും 2 മാമ്പഴം വെച്ച് കഴിക്കും. അതുകൊണ്ട് ഒരു 5-6 മാങ്ങ എടുത്തിട്ട് തൊലി കളഞ്ഞെടുത്ത് നമ്മുടെ ചട്ടിയിലാണ് വയ്ക്കുന്നത്. നല്ല മൺചട്ടിയാണ്. ഈ ചട്ടിയുടെ പ്രത്യേകത, ഇത് പ്രാദേശിക മണ്ണിലുണ്ടാക്കിയ ചട്ടിയാണ്. ഇതിനകത്ത് കളറോ അല്ലെങ്കിൽ ഒരു മറ്റേ പോളിഷോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. നല്ല ഇത് ചട്ടിയാണ്. ഇത് നമുക്ക് റെഡി ടു യൂസ് ആണ്. ഇതൊന്നും പഴക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പഴക്കി വച്ചിരിക്കുന്ന ചട്ടിയാണ്. നല്ല എല്ലാ കറികളും പ്രത്യേക ടേസ്റ്റാണ് ഈ മൺചട്ടി വയ്ക്കുമ്പോൾ. നമുക്കത് വേവിക്കാൻ വയ്ക്കാം. മാങ്ങ വേവിക്കാൻ വെച്ചിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഉള്ള അരപ്പ് റെഡിയാക്കാം. പെട്ടെന്നൊരു 10 മിനിറ്റ്, മാക്സിമം ഒരു 15 മിനിറ്റിനകത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇപ്പം മാങ്ങ സീസണാണ്. മാമ്പഴ സീസണ് എല്ലാവരും ഉപയോഗപ്പെടുത്താം. നല്ല നാടൻ മാങ്ങ കിട്ടുന്ന സമയമാണ്. ശകലം മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി, മുളക് പൊടി വളരെ കുറച്ച് മതി, പിന്നെ അതേപോലെ ജീരകം, ഇത് 3 ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഇത്രയും മാത്രം മതി. ഇതിനകത്ത് ഇത്രയും ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഭയങ്കര മഷി പോലെ അരയണ്ട. ഇതിനകത്ത് നമ്മൾ വെള്ളത്തിന് പകരം ഇതിൽ ചേർക്കുന്ന തൈരാണ് ചേർത്ത് അടിക്കുന്നത്. വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. തൈരുമായിട്ട് നമ്മൾ ആദ്യം ഈ അരപ്പിന് വേണ്ടുന്ന മാത്രം തൈരെടുത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഭയങ്കര മഷി പോലെ അരയണ്ട. ഒരു ചെറിയ ഗ്രെയിൻസോട് കൂടെ അരച്ചെടുത്താൽ മതി. മാങ്ങ വെന്ത് വരുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മാങ്ങയുടെ ലെവലിലാണ് വെള്ളം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മാങ്ങ വേവണം. മാമ്പഴം നല്ല വെന്താലേ നമുക്ക് ആ കറിയിലേക്ക് ആ മാങ്ങയുടെ ജ്യൂസ് നന്നായിട്ട് ഇറങ്ങുള്ളൂ. നന്നായിട്ട് വെന്തിട്ട് നമുക്ക് അരപ്പൊഴിച്ച് കൊടുത്താൽ മതി. ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്ന ഒരു വിഭവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് 99% നമ്മുടെ പ്രാദേശികമായ സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കുന്നത്. തൈരായാലും, തൈര് നമ്മുടെ പശുവിൻ്റെ പാലിലുണ്ടാക്കിയ തൈരാണ്. അതുപോലെ നമ്മുടെ നാടൻ മാമ്പഴമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വരവ് മാങ്ങയൊന്നുമല്ല. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന തേങ്ങ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം നമുക്ക് നമ്മുടെ നാട്ടിലുള്ള സാധനം വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നമുക്ക് സ്വയം പര്യാപ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. മാങ്ങ നല്ല വെന്തിട്ടുണ്ട്. നല്ല വെന്ത് ഇതുപോലെ പത വരും. വന്നപ്പോൾ നമ്മൾ അരപ്പിട്ട് കൊടുത്തു. അരപ്പ് ശകലം വെള്ളവും കൂടെ ചേർത്തൊരു തിക്ക് ഗ്രേവിയായിട്ട് ഇതിനകത്ത് ഒഴിക്കാം. ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഈ കറി റെഡിയാവും. അത്ര എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. എന്നാൽ കുട്ടികളെല്ലാം നല്ലതായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഡിഷാണ്. നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ഇത് പ്രധാനമായിട്ട് കൊടുക്കണം. മാക്സിമം നമ്മൾ ബാക്കി വെളിയിലുള്ള ആഹാരങ്ങളൊക്കെ കുറയ്ക്കണം. ഇനിയുള്ള കാലത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾ ആ ടേസ്റ്റ് പിടിച്ചു പോയി കഴിഞ്ഞാൽ അവർ വേറെ ഒന്നും കഴിക്കില്ല. ഇത് വന്നിട്ട് നമ്മളിതിനകത്ത് പിങ്ക് സാൾട്ടാണ് ചേർക്കുന്നത്. എപ്പോഴും ചേർക്കുന്ന പോലെ പിങ്ക് സാൾട്ടിന് സോഡിയം കുറവാണ്. പിന്നെ അതേപോലെ തന്നെ തൈറോയിഡൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഉപ്പ് കഴിക്കുമ്പോൾ തൈറോയ്ഡ് ഭയങ്കരമായിട്ട് കൺട്രോൾ ആവുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ള ഇതിന് വേണ്ടുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് എടുത്ത കുറച്ച് തൈര് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള തൈരും കൂടെ അതിന് കണക്കിന് ചേർത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മതി. വേവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തിളയ്ക്കണ്ട. ശകലം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ചെറുതായിട്ടൊന്ന് തിള വരും. ഒരു ചെറിയ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കടുക് വറുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ കറി ആയിക്കഴിഞ്ഞു. ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എല്ലാവരും മാംഗോ സീസണിൽ ട്രൈ ചെയ്യുക. നമുക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇതൊക്കെ ഉണ്ടാക്കാം. ഞങ്ങൾ കുട്ടികൾ വെക്കേഷനൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ കഴിച്ച് വളരട്ടെ. ആ കറി കാണുമ്പം തന്നെ നാവിൽ വെള്ളം ഓറുന്നുണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ, എന്നാലേ സമാധാനമാവുള്ളൂ. ഉച്ചയൂണിനുള്ള സമയമായി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ
ചോറ് കറിയുടെ കൂടെ മാമ്പഴ പുളിശ്ശേരി മാത്രം മതി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ചമ്പാവരി ചോറിൽ മാമ്പഴ പുളിശ്ശേരി ഇങ്ങനെ മേളിൽ കൂടെ ഇങ്ങനെ കുതിരുന്നത് പോലെ അതിൻ്റെ ചാറൊഴിച്ച് ചോറിനെ ഒന്ന് കുതിർത്തെടുത്തിട്ട് നമ്മൾ ആ ഓരോ ഉരുളയും ആസ്വദിച്ച് കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു രീതി. അതിൽ കിടന്ന മുളകിൻ്റെ ചാറാണ് ഒഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. ഈ കടുക് വറുത്ത മുളകിൻ്റെ ചാറും കൂടെ അതിൻ്റെ മേളിലായി. മാങ്ങ ലാസ്റ്റ് കഴിക്കുക, അതാണ് ടേസ്റ്റ്. മാങ്ങയെ കാത്ത് വെച്ച് കഴിക്കുന്നതാണ് ടേസ്റ്റ്. നമ്മൾ പഴങ്കഞ്ഞി കുടിക്കുമ്പോൾ അതിൻ്റെ വെള്ളം അവസാനം കുടിക്കുന്ന പോലെ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പുളിഞ്ചിക്ക അച്ചാറുമുണ്ട്. പുളിഞ്ചിക്കയും തനി നാടൻ സാധനമാണ്, എല്ലാ സ്ഥലങ്ങളിലും വെറുതെ ഉണ്ടാകുന്ന സാധനം. അതിൻ്റെയും പിക്കിളും കൂടെ ചേർത്തിട്ടാണ് ഈ മാമ്പഴ പുളിശ്ശേരി കഴിക്കുന്നത്. ചോറ് നല്ല കുതിർന്ന് കഴിഞ്ഞു. അതിനെ ഇങ്ങനെ എടുത്ത് നല്ലതായിട്ടൊന്ന് ആസ്വദിച്ച് കഴിക്കണം. നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഖമാണ്, ഒരു നിർവൃതിയാണ് ഈ നമ്മളെ ഇങ്ങനെയുള്ള കറികൾ ചേർത്ത് നമ്മൾ കഴിക്കുമ്പോൾ. ആരും ട്രൈ ചെയ്യാൻ മിസ് ചെയ്യരുത്. പ്രത്യേകിച്ച് വെക്കുമ്പോൾ മൺചട്ടിയിൽ വെക്കാൻ ശ്രമിക്കുക. മൺചട്ടിയുടെ പ്രത്യേകത ഈ സ്റ്റീൽ ചട്ടി പോലെ പെട്ടെന്ന് സ്റ്റീൽ പാത്രങ്ങളെ പോലെ ചൂട് കയറില്ല, ഓവർ ആയിട്ട് ചൂട് കയറില്ല. പതുക്കെ അത് അതിൻ്റേതായ കണക്കിനെ ചൂട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഭക്ഷണ സാധനങ്ങൾ സ്ലോ ആയിട്ട് കുക്കാവുന്ന ഫുഡിനാണ് എപ്പോഴും ടേസ്റ്റ്, അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ്. മറ്റേത് വെന്ത് കരിഞ്ഞു പോവും. ഇതങ്ങനെയല്ല, ഇത് നല്ല കറക്റ്റ് പരുവത്തിന് നന്നായിട്ട് വെന്ത് കിട്ടും. മാമ്പഴം കണ്ടിട്ട് അവസാനം വരെ വെച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നില്ല, അതൊന്ന് എടുത്തൊന്ന് കഴിക്കാൻ തോന്നി. എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ടേസ്റ്റായിരുന്നു. ആ മാങ്ങ ആ തൈരിലും ആ അരപ്പിലും കിടന്നിങ്ങനെ ഊറിയിട്ട് മാമ്പഴം അല്ലെങ്കിൽ ഭയങ്കര മധുരമായി, വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര മധുരമുള്ള മാങ്ങയാണ്. അത് ഈ തൈരിൽ കിടന്ന് നമ്മുടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയിൽ കിടന്ന് വേവുകയും കൂടെ ചെയ്തപ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. ഒരെണ്ണം കഴിക്കാമെന്നാണ് വിചാരിച്ചത്, ഇനി ഒന്നുകൂടെ കഴിക്കാം. എന്തായാലും ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല ആസ്വദിച്ച് ഒരു മാങ്ങ കൂടെ കഴിക്കാം. നമ്മളെല്ലാവരും കഴിച്ചു പോവും. എല്ലാവരും ട്രൈ ചെയ്യുക, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ ടേസ്റ്റൊക്കെ ആസ്വദിക്കുന്ന ഈ ചെറിയ പ്രായത്തിൽ ആസ്വദിച്ച് തുടങ്ങിയാലേ അവർ മുതിർന്നു വരുമ്പോഴും അതിനോടൊരു അറ്റാച്ച്മെൻറ്റും അത് കഴിക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനുള്ള അവസരം കിട്ടുന്നില്ല, നമ്മൾ കൊടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാവരും അടുത്ത തലമുറയെ നമ്മളെ നാടൻ സാധനങ്ങൾ, നമ്മുടെ പ്രദേശത്തുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്ന ഒത്തിരി ഭയങ്കര ഫാസ്റ്റ് ഫുഡിനേക്കാൾ ടേസ്റ്റുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. അതെല്ലാം അവർ കഴിച്ച് വളരണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇത് പഴയ അമ്മമ്മമാർക്ക് മാത്രമൊക്കെ അറിയാവുന്ന ഒരു സാധനങ്ങളാണ്. ഇപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ ഇത് അറിയില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ റെസിപ്പി വീണ്ടും നമ്മൾ ഇടുന്നത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാം. അതും നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വെച്ച് നമുക്ക് കഴിക്കാം. അതിലൂടെ നമുക്ക് 3 ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. 1, നമ്മുടെ ആരോഗ്യം നന്നായിരിക്കും. 2, നമുക്ക് വേറെ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് ഭാവിയിൽ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ആഹാരം കഴിക്കാൻ ഒത്തിരി സംസ്ഥാനങ്ങളുടെ പച്ചക്കറിയും എല്ലാം നമ്മൾ വെയിറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള റെസിപ്പികളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കഴിക്കാം. അതിലൂടെ നമുക്ക് സ്വയം പര്യാപ്തമായിട്ട് ആഹാരം കഴിക്കാൻ പറ്റും. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ കൂടുതൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കർഷകർ ചെയ്തു തുടങ്ങും. അപ്പോൾ കർഷകർക്ക് ഈസി ആയിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഇങ്ങനെയുള്ള ആഹാരം ശീലമാക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ആരോഗ്യം സ്പ്രെഡ് ചെയ്യാം. എല്ലാവർക്കും നല്ല ആരോഗ്യപൂർണ്ണമായൊരു ദിവസം നേരുന്നു. താങ്ക് യു.